ഇനിയിപ്പോൾ നമുക്ക് വരാൻ വേണ്ടി പോകുന്നത് ഒരു സാറ്റർഡേ സൺഡേ ആണല്ലേ. അപ്പോൾ ഈ ദിവസങ്ങൾ വരുമ്പോൾ നമുക്കൊരു പ്രത്യേകത എന്താണ്, ഒരു ഹോൾ വീക്ക് നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചു, എക്സാം എഴുതി, ഇനി 2 ദിവസങ്ങൾ നമുക്ക് നല്ല സമയമുണ്ട്, കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാം എന്ന് പറയുന്നൊരു മോഡിലാണ് എൻ്റെ കുട്ടികൾ മിക്കവാറും ഇരിക്കുന്നുണ്ടാവുക അല്ലേ. പക്ഷേ മക്കളെ, ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വലിയ മിസ്റ്റേക്ക് ആയിരിക്കും. കാരണം ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ഒരു 2-3 എക്സാംസ് ഒക്കെ ബാക്കി ഉണ്ടാവുള്ളൂ, കൂടി പോയാൽ 4 എക്സാംസേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പം ഈ എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ 2 ദിവസങ്ങൾ പഠിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വീണ്ടും ഈ ഒരാഴ്ച നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടോ ബാക്ക് ടു ബാക്ക് എക്സാം ആയപ്പോൾ അതേ കഷ്ടപ്പാടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. അത് മാത്രമല്ല, നമ്മൾ ആ ഒരു എക്സാം ടൈമിൽ വീണ്ടും ചിന്തിക്കും, സാറ്റർഡേ സൺഡേ നല്ലപോലെ പഠിച്ചാൽ മതിയായിരുന്നു. അപ്പം ഈ വരുന്ന ഒരു സാറ്റർഡേ സൺഡേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് തന്നെ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പം ഇത് ഈ എക്സാം ടൈമിൽ മാത്രമല്ല, നമുക്ക് എല്ലാ സാറ്റർഡേ സൺഡേസ് വരുമ്പം അല്ലെങ്കിൽ ലീവ് ഉള്ളൊരു ദിവസം വരുമ്പം നമ്മളെല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണ്, റിലാക്സേഷൻ മസ്റ്റായിട്ട് വേണം. പക്ഷേ അത് നമ്മുടെ പഠിക്കുന്ന സമയത്തിനേക്കാൾ കൂടുതലായി പോകരുത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ആദ്യമായിട്ട് ചെയ്യാൻ പറ്റാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ വീക്കെൻഡ് ഡേയ്സിൽ നമ്മളെന്താണ് നല്ല പോലെ ഉറങ്ങും അല്ലേ. നമ്മൾ കുറേ നേരം ഉറങ്ങി ചിലപ്പോൾ നമ്മൾ എഴുന്നേൽക്കുന്ന ഒരു 10 മണിക്കോ 11 മണിക്കൊക്കെ ആയിരിക്കും. അങ്ങനെ നിങ്ങൾ എഴുന്നേൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിങ്ങളുടെ ഒരു പകുതി ഡേ പോയ പോലെയാണ്. കാരണം നമ്മൾ എഴുന്നേറ്റ് പിന്നെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഹാഫ് ഡേ കഴിഞ്ഞു. ഓക്കെ, അപ്പം ഈ വീക്ക് ഡേയ്സിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒന്നാമത്തെ കാര്യം, ഒരു കാരണവശാലും നിങ്ങൾ ലേറ്റായിട്ട് എഴുന്നേൽക്കരുത്. നിങ്ങൾ സാധാരണ ഒത്തിരി നേരത്തെ എഴുന്നേൽക്കുന്ന മക്കളാണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇനി അതല്ലാത്ത മക്കളാണെങ്കിൽ തന്നെ ഒരു 8 മണി മാക്സിമം അത്രയും ഉറങ്ങിയാൽ മതി. അതിനുശേഷം എന്ത് ചെയ്യുക, ആ ഒരു ഡേ എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ 8 മണിക്ക് തന്നെ, അതായത് നമ്മൾ നേരം വൈകി ഉറങ്ങുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ മാക്സിമം 8 മണിക്ക് തന്നെ എഴുന്നേൽക്കാൻ വേണ്ടി തോന്നുക. എന്നിട്ട് ആ മൊമെൻറ്റ് തന്നെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, ആ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് പല്ല് പോലും തേക്കാതെ പഠിക്കണം എന്നല്ല, നിങ്ങളുടെ ബാക്കി പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ നിങ്ങളൊരു 2 to 3 hours നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾക്ക് തന്നെ ആ ഡേ ഒരു പോസിറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഫീലിംഗ് ഉണ്ടാവും. അതായത് നമ്മളൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്തോ ചെയ്തു, അത് നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ചെയ്തു എന്ന് നമുക്ക് മനസ്സിലായാൽ ഒരു പോസിറ്റിവിറ്റി താനേ നിങ്ങൾക്ക് വരും. ഓക്കെ, അത് നിങ്ങളുടെ ആ ഒരു ഡേനെ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുമുള്ള ഒരു മോട്ടിവേഷൻ തരും. നേരെ മറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, നിങ്ങൾ എഴുന്നേൽക്കുന്നതിന് 11 മണിക്ക്, പിന്നെ നിങ്ങൾ എഴുന്നേറ്റ് കുളിച്ചു, പല്ലേച്ചു, ഭക്ഷണം കഴിച്ചു, പഠിക്കാനിരിക്കുമ്പോൾ 1 മണി, ഉറക്കം വരുന്നുണ്ട്, ഉറങ്ങിക്കളയാം. അങ്ങനെ നമ്മൾ വൈകുന്നേരം ആകും. വൈകുന്നേരം ഒരു ചായയൊക്കെ കുടിച്ച് ഇനി ലൈവ് ഉണ്ടേ ലൈവ് കണ്ട് എന്തേ പഠിക്കാമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും സമയമില്ല. നമ്മളൊരു കംപ്ലീറ്റ് ദിവസം വേസ്റ്റ് ചെയ്തു എന്ന് നമുക്ക് തോന്നുമ്പോൾ പിന്നെ നമുക്ക് ആകെ ടെൻഷനായി, അയ്യോ ഞാൻ ഇത്രയും ചെയ്തില്ലോ എന്നുള്ളൊരു കുറ്റബോധമായി, പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ ഇതേപോലെ തന്നെ പോകും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ വരുത്താതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്പർ 1 ആയിട്ട് ചെയ്യേണ്ടത് ആ ഒരു ഡേ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എന്നിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കുഴിക്കലും വൃത്തിയാവലെല്ലാം കഴിഞ്ഞതിന് ശേഷം പഠിക്കുന്ന സമയത്ത് ബ്രേക്ക് എടുത്ത് ഒരു 1 hour പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു 45 minutes പഠിക്കുന്നുണ്ടെങ്കിൽ 5 minute ബ്രേക്ക് എടുക്കുക. അതിനുശേഷം വീണ്ടും പഠിക്കുന്നു. അങ്ങനെ ബ്രേക്ക് എടുത്തൊരു 3 hours നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് സെഷൻ ചെയ്തൊരു ഫീലും ഉണ്ടാകും. എന്ന് വെച്ചാൽ നിങ്ങൾ ടയേർഡായിട്ടും ഉണ്ടാവില്ല. അതിനുശേഷം നിങ്ങൾക്ക് ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് നിങ്ങൾക്കൊരു 1 hour റെസ്റ്റ് എടുക്കാം. ആ റെസ്റ്റ് എടുക്കുന്നത് നിങ്ങൾക്കൊരു പവർ നാപ്പ് ആണെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ എന്താണ് പവർ നാപ്പ് എന്ന് വെച്ചാൽ, നമ്മളൊരു 20 minutes അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 40 minutes ഒക്കെ കിടന്നുറങ്ങുകയാണ് നമ്മളൊരു വർക്ക് ടൈമിൻ്റെ സമയത്ത്. ആ ഒരു പവർ നാപ്പ് ആക്ച്വലി നിങ്ങളെ ഭയങ്കര റിഫ്രഷ്ഡ് ആക്കും. ദെൻ നിങ്ങൾക്കൊരു 2 to 3 hours ഈ പറഞ്ഞ രീതിയിൽ ബ്രേക്ക് എടുത്ത് പഠിക്കാം. അതിനുശേഷം നമ്മുടെ ടീ ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും പഠിക്കാം. അങ്ങനെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒട്ടും തന്നെ എന്താവില്ല, ടയേർഡ് ആവില്ല. നിങ്ങൾക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ആ ഒരു ഡേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ രീതിയിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പ്ലാൻ ആദ്യം തന്നെ ഉണ്ടാക്കുക. അതായത് പല മക്കൾക്കും എന്താണ്, പലതായിരിക്കും ഇനി വരുന്ന എക്സാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ടേബിൾ നിങ്ങൾ നോക്കുക. ആ ടൈം ടേബിളിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് അടുപ്പിച്ചടുപ്പിച്ച് വരുന്ന എക്സാംസ്, അതായത് പഠിക്കാൻ ഒരു ദിവസം പോലും ലീവ് ഇല്ലാത്ത സബ്ജക്ട്സ് ഈ ഒരു സാറ്റർഡേ സൺഡേ ദിവസങ്ങൾ കൊണ്ട് കവർ ചെയ്യുക. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്ലാന് ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ ഉണ്ടാക്കുക. ആ ഒരു പ്ലാൻ ഉണ്ടാക്കിയതിന് ശേഷം എൻ്റെ കുട്ടികളെല്ലാവരും വന്ന് കമൻറ്റ് ചെയ്യണം, മിസ് ഞാൻ പ്ലാൻ ഉണ്ടാക്കി. ഓക്കെ, പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്ലാൻ ചെറുതായിട്ടൊന്ന് കമൻറ്റ് സെക്ഷനിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവർക്കൊരു മോട്ടിവേഷൻ ആകും. അവർക്കും അല്ല എല്ലാവരും ചെയ്യുന്നുണ്ട്, അപ്പോൾ ഞാനും ചെയ്യണം എന്നുള്ളൊരു തോന്നൽ കൂടെ വരും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക, ഒരു കാരണവശാലും വേസ്റ്റ് ചെയ്യരുത്. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾ ഇപ്പോഴാണ് വൈകുന്നേരമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം. ആ മിസ്സ് പറഞ്ഞിട്ടുണ്ട് സാറ്റർഡേ സൺഡേസിലാണ്, അങ്ങനെയാണെങ്കിൽ സാറ്റർഡേ മുതൽ പഠിച്ചു തുടങ്ങാമെന്ന് കരുതരുത്. ഇപ്പം തന്നെ പഠിച്ചു
തുടങ്ങാം. അത് നിങ്ങളുടെ എക്സാം മൺഡേ മുതൽ എന്താണോ വരുന്നത് അതിനനുസരിച്ച് പ്രോപ്പറായിട്ട് പഠിച്ചു തുടങ്ങാം. ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത്. അതിന് ഏറ്റവും നമ്പർ 1 ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഡേ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ ആയി, യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ കാണാം.